അപ്പോൾ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഗസ്റ്റ് ചിക്കൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാത്രം അതിനകത്ത് നിന്നെടുത്ത് ചോറെടുക്കാം. നമ്മൾ കണ്ട് ഇവിടെയാണ് കേട്ടോ കിടക്കണം. ഇവിടെ എന്തുകൊണ്ട് ഇവിടെയോ കിടക്കും. എൻ്റെ ഈ റൂമിൽ കണ്ട് ഈ റൂമിലാണ് കിടക്കും. ഇതാണ് കേട്ടോ സൈറ്റ്. പക്ഷേ ഈ വഴി ഏതാണെന്ന് നമുക്കറിഞ്ഞൂടാ. നോക്കാം. ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മേനെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് നമ്മൾ ഇന്നിവിടെ അല്ല കിടന്നത്, താഴെയാണ് കേട്ടോ. ഈ സ്റ്റെപ്പിൻ്റെ താഴെ കിടക്കുന്ന റൂമിലാണ് നമ്മൾ ഇന്നലെ കിടന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ കട്ടൻ ചായ ഇട്ടായിരുന്നു. പിന്നെ ബാഗും എല്ലാം എന്നിട്ട് ഇവിടെ ഏറ്റവും മേളിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ സുവി ഷാമിൻ്റെ അതും എൻ്റെ ഇത് കേട്ടോ. എൻ്റെ ബാഗിൻ്റെ അകത്ത് കുറേ വണ്ടിപ്പരിപ്പും മിഠായി ഒക്കെ ഉണ്ട്. അപ്പം അത് തിരിച്ചിങ്ങനെയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡേ 2 തിരിയാണ്. അപ്പോൾ ഡേ 1 കഴിഞ്ഞ് ഡേ 2 അപ്പം ഇന്നലെ കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ്. നമുക്ക് പണി തുടങ്ങിയത്. പല്ലേക്ക് തിരിച്ചൊന്ന് സെറ്റാവട്ടെ. പണി സ്റ്റാർട്ട്. എൻ്റെ പണിയില്ല. ഞാൻ വാടക കുറച്ചാണ് കിട്ടത്. കാരണം എനിക്ക് നമ്മൾ ചിലവ് വയ്ക്കുന്ന കൊണ്ടിട്ട് പോയി ഇവിടെ ചെറിയ വെള്ളം എടുത്തിട്ട് കൊടുക്കാം. പിന്നെ വെള്ളം എടുത്ത് കൊടുത്തിട്ട് വരാം. അരണേ കുറച്ചാണ് വെച്ചിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. കാണാനായിട്ട് അടുക്കള അത് വേറെ ബാത്റൂം. ഇന്നലെ അവിടെയാണ് കുളിച്ചത്. പിന്നെ ഇല്ലേ കൂടെ പോകുമ്പോൾ ഒരു ബാത്റൂമുണ്ട്. നല്ല സൈഡ്. ഇവിടെ നിന്നാണ് കഴിച്ചത്. അതാണ്ട് ഇവിടെ ഭയങ്കര കൊതുവായതുകൊണ്ട് തന്നെ അതാണ്ട് ബാഗ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ അത്ര ഷൂട്ട് ചെയ്തില്ല. പിന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ബായ്മായിട്ടുണ്ട്. പിന്നെ ഇത് വേറെ റൂം. ഇവിടെ ഒരു ബായ് ജോലി ചെയ്യുന്നുണ്ട്. ഇത് സിമെൻറ്റ് തേക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മളെ സാധനങ്ങൾ വയ്ക്കുന്നത്. മൊത്തം ഇത് ഊന്നല്. നമുക്ക് ഇവിടെയും കിടക്കാൻ ആവശ്യമുണ്ട്. സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. അപ്പം അതാണ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ തേക്കുന്ന സാധനം വെള്ള കളറാണ്. ഇതേ സാധനം ഈ പെയിൻ്റ് അടിക്കുമ്പോഴത്തെ സാധനം ഏതാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ സെറ്റാണ്. നമുക്ക് മേളിലോട്ട് പോകാം. ഭയങ്കര പൊടിയാണ് കേട്ടോ. അപ്പം അയ്യോ ഇവിടെയൊക്കെ ജനാലയുണ്ട്. പിന്നെ ഇവിടെ
രണ്ട് ജനൽ, പിന്നെ ഇവിടെ ഡോറുണ്ട്, അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെയാണ് ഒരു ടെറസ് വന്നിരിക്കുന്നത്. നല്ലതായിട്ട് കൊള്ളാം അത്. പിന്നെ നല്ല ഇങ്ങോട്ടൊക്കെ കാണിച്ചു തരാം. ഇവിടെ ബെഡൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ബെഡ് എടുത്ത് രാത്രി കിടക്കണമെങ്കിൽ ഇത് കൊണ്ടുപോകാം. ഫ്രീ ആണത് സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ വേണ്ട ഇത് മൊത്തം ഇങ്ങനെ ഇറങ്ങി നേരെ ഇവിടെ ചെന്നിറങ്ങി രണ്ട് കുളം പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ കണ്ടോ 2-3 കുളം പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമ്മളിവിടെ വെള്ളം നിറച്ച് കുളിക്കുകയൊക്കെ ചെയ്യാം. കുളിക്കുകയല്ല എന്തെങ്കിലും ചെയ്യാം കേട്ടോ. തുണിയാ പിന്നെ എന്തെങ്കിലും ഉണക്കാനാ ഇതെല്ലാം ഇടാം. ഇതാണ് കേട്ടോ വഴി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ കുറച്ച് പോയി ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ പോകുമ്പോൾ ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പിന്നെ അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. എന്തൊരു അടുത്ത് വെച്ചിരിക്കും നോക്കും എന്തിനാണെന്ന് അറിയില്ല. അത് വീടെന്നാലും കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ, വീട് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ വീട്, ഇഷ്ടപ്പെട്ടൊരു വീട് കേട്ടോ, കൊള്ളാം. പിന്നെ അടുത്ത് വേറെ പണിയൊക്കെ ഉണ്ട്, അതിന് ഞാൻ പോകണില്ല, ശരിയാവൂല. ഇപ്പോഴും പണിക്ക്. പിന്നെ ഇനി ഇവിടുത്തെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു പണിയുണ്ട്. അത് നമ്മുടെ വീട്ടിൽ പോയതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. ഈ സ്ഥലത്ത് ഇതിൻ്റെ അടുത്തുള്ള സ്ഥലം ഏതൊരു സ്ഥലം പായൽ തുടങ്ങുന്ന ഏതൊരു സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ പമ്പ, പിന്നെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്, പത്തനാപുരം, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് പത്തനാപുരം തന്നെ. പത്തനാപുരത്താണ് അടുത്ത പണി വന്നിരിക്കുന്നത്. പത്തനാപുരം, പിന്നെ വേറെ ആന്ധ്രയിൽ ഏതൊരു സ്ഥലം അവിടെ, പിന്നെ കൊല്ലമുണ്ട്, പിന്നെ വേറെ ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ തന്നെ ഗൈസ്. അതുകൊണ്ട് താഴോട്ടൊന്ന് പോകുന്നുണ്ട്. ഇവിടെ വെയിലായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, എൻ്റെ ഇവിടെയൊക്കെ ഇഷ്ടം തോന്നും. എന്താ എല്ലാം അതേപോലെയൊക്കെ തന്നെ. വിശക്കണ ഗൈസ്, നമുക്ക് വിശക്കണം, എന്തെങ്കിലും കഴിക്കാം. ഇവിടെ ഇതൊക്കെ സെറ്റാക്കട്ടെ. അവിടെയൊക്കെ എന്തൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇനി സുബീഷാമ ഇത് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. ഇത് കറക്റ്റൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. ഫാൻ്റെ എല്ലാം കറക്റ്റായി. അതിൻ്റെ ഇതൊക്കെ ഫാനിൻ്റെ ഒക്കെ സെറ്റ്. ഇവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിടക്കായിരുന്നു, പക്ഷേ ടീ കിടക്കണം. ഇവിടെ പക്ഷേ ഭയങ്കര കൊതുവാണ്. ബാത്റൂമൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെളിയിറങ്ങിയിട്ട് നമുക്ക് ഒരു ബാത്റൂം കാണിച്ചു തരണ്ടേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇല്ല വേണ്ട, ഇവിടെ നേരെ അങ്ങോട്ട് പോകണം. പോയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അങ്ങ് ലാസ്റ്റായിട്ട് ഇതിൽ ചേർന്നൊരു വാതിലുണ്ട് വലതുവശത്തായിട്ട്. കാണിച്ചു തരാം. ഈ സൈഡിലായിട്ട് നമ്മൾ കണ്ടല്ലേ ആ വാതിൽ, അവിടെയാണ് ബാത്റൂമായിട്ട്. അവിടെ ആരോ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ പൈപ്പൊന്നും ആയില്ലേന്ന് തിരിയുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ചാർജ് തീരുന്നതിന് മുന്നേ ഒന്ന് ചാർജിന് വയ്ക്കാം കേട്ടോ. ഈ ചാർജ് ചെയ്യുന്നോ പെട്ടെന്ന് ചാർജ് വെച്ചെടുക്കാം കേട്ടോ. ഇവിടെ മാങ്ങയൊക്കെ ഉണ്ട്. അപ്പുറത്ത് നല്ല വീഡിയോ തന്നെ കേട്ടോ, ഇതേപോലത്തെ വീഡിയോ തന്നെ അത്. അപ്പോൾ നമുക്ക് പിന്നെ എടുക്കാം.
അവിടെ മരിച്ചിനി സെറ്റാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചിരിക്കണം. പണി നടക്കും ചെറുതായിട്ട്. പണിയൊക്കെ കഴിഞ്ഞ് അവിടെ സെറ്റാണ് ഗൈസ്. കഴിക്കണം. ചിക്കൻ കേട്ടോ, മറ്റേ ചിക്കൻ മസാല ഉണ്ട്. ചിക്കനും ഇറച്ചിനെയും മുളക് വെച്ച്. നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ ഗ്ലാസ് ഇതിൻ്റെ അകത്ത് നിർത്തിയിട്ട് നമ്മളെ ഭാഗത്ത് നമ്മളെ രാജസ്ഥാൻ്റെ ഭാഗത്ത് അതും കേരളത്തിനകത്ത് ഈ ഭാഗവും ഈ മേശയുടെ രാജസ്ഥാൻ, ഇപ്പുറത്ത് ഇന്ത്യ. ഓക്കെ, നമ്മൾ പാൻ എടുത്ത് വെള്ളം എടുത്ത് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇച്ചിരി കൂട്ടാണ് കേട്ടോ. കുറയ്ക്കും. ഈ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ജസ്റ്റ് കട്ടൻ ചായ ഇട്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് സെറ്റായി വരുന്നുണ്ട്. നോക്കാം ഗൈസ്. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പ്ലീസ് ഈ ഇഷ്ടപ്പെടുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ബൈ.